ഈ സ്വീകരണത്തിന് നേതൃത്വം നൽകിയ ബൂത്ത് ചെയർമാൻ ശ്രീ ഉമ്മർ, കൺവീനർ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ ബാപ്പുട്ടി, വേദിയിൽ എല്ലാ UDF-ന്റെ നേതാക്കന്മാരും ഉണ്ട്. ഇതാ IC ബാലകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മർ MLA, കുറുക്കോളി മൊയ്തീൻ MLA, ബഹുമാനപ്പെട്ട ഫൈസൽ തങ്ങൾ, ബാബു തോപ്പിൽ, PT അജയ് മോഹൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ VS ജോയ്, TP അഷ്റഫ് അലി, അതുപോലുള്ള M റഹ്മത്തുള്ള, നമ്മുടെ അനിൽ അക്കര, N നസൂർ അടക്കം, ആരിഫ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, പഞ്ചായത്ത് തല KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒക്കെ സദസ്സിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ മുജീബ്, അതുപോലെ തന്നെ ശ്രീ RK രാധാകൃഷ്ണൻ, മറ്റു വേദിയിലുള്ള നമ്മുടെ മുഴുവൻ ആളുകളെയും ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, UDF-ന്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ തോമസ് അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, പ്രിയരെ, സഹോദരിമാരെ, ഇവിടെ ഞാൻ കടന്നു വരുമ്പോ എന്നെ സ്വീകരിക്കുന്നത് വർഷങ്ങളായി എന്റെ പിതാവിനെ സ്വീകരിച്ചവരും സ്നേഹിച്ചവരും കൂടെ നിർത്തിയവരും ഒക്കെയാണ്. 4 പതിറ്റാണ്ടോളം കാലം നിങ്ങൾ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു, സ്നേഹിച്ചു. അദ്ദേഹവും നിങ്ങളും കൂടി ഒരുമിച്ച് UDF ഈ ഗ്രാമത്തെ ഒരു നാടാക്കി മാറ്റി. വൈദ്യുതി കൊണ്ടുവന്നു, ഇവിടെ റോഡ് ഒരു ടാറിട്ട ഒരു കറുത്ത റോഡ് പോലും ഇല്ലാത്ത പ്രദേശം. അങ്ങനെയുള്ള ഒരു നിലമ്പൂർ കഴിഞ്ഞ കാലത്ത് ഈ ഗ്രാമത്തെ ഒരു നിലമ്പൂരാക്കി മാറ്റി, ഒരു ഇടക്കരയാക്കി മാറ്റി. അത്തരം നല്ല പ്രവർത്തനങ്ങൾ കുറെ ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എനിക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. പക്ഷെ എനിക്കൊരു വാഗ്ദാനം നിങ്ങളോട് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ആര്യാടൻ ഷൗക്കത്ത് എന്ന എളിയ സാമൂഹ്യ പ്രവർത്തകൻ നിങ്ങളുടെ ഒരു അനുജനായി, നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വാഗ്ദാനം. മാത്രമല്ല, ഒരിക്കലും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥാവിശേഷം ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടാക്കില്ല. മാത്രമല്ല, നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് പറഞ്ഞയച്ചാൽ നിങ്ങളുടെ പാതി വഴിയിലിട്ട് മറ്റെങ്ങോട്ടും ഓടിപ്പോകാനും ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ പറയുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ്, ഈ മണ്ണിൽ ജീവിക്കുന്നവനാ. നമ്മൾ ഒരുമിച്ച് കുറെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതാ. എന്റെ അന്ത്യശ്വാസം വരെ ഞാൻ നിലമ്പൂരുകാരനാ. എനിക്ക് മറ്റെങ്ങോട്ടും പോകാനില്ല. നമുക്കൊരുമിച്ച് കഴിഞ്ഞ കാലത്ത് നമ്മൾ കൊണ്ടുവന്ന ഈ നിലമ്പൂരിന്റെ വികസന പ്രക്രിയ നമുക്കൊന്ന് പൂർത്തീകരിക്കാൻ സാധിക്കണം. കഴിഞ്ഞ 9 വർഷക്കാലമായി നമുക്കറിയാം ഈ നിലമ്പൂരിൽ നടന്നു വരുന്നത് എന്താണ്? ഒരു നാഥനില്ലാത്ത നിലമ്പൂർ. ഇവിടെ പണ്ടുകാലത്തും വന്യമൃഗ ശല്യമുണ്ട്, പ്രകൃതിക്ഷോഭമുണ്ട്. പക്ഷേ അക്കാലത്തൊക്കെ പ്രകൃതിക്ഷോഭമുണ്ടായാൽ, വന്യമൃഗ ആക്രമണമുണ്ടായാൽ അതിൽ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടായിരുന്നു. അതിന് കരുത്തുള്ള ഒരു MLA ഉണ്ടായിരുന്നു. കരുത്തുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താ? ദിവസവും കാട്ടാനയും കടുവയും പുലിയും കരടിയും ഇന്ന് നമ്മുടെ പട്ടാപ്പകൽ നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങി ആളുകൾ ഇന്ന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഒരു ചെമ്പൻകൊല്ലിയാണ്. ഈ ചെമ്പൻകൊല്ലിയുടെ ചരിത്രം നമുക്കറിയാം. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഈ ചെമ്പൻകൊല്ലിയിൽ നമുക്ക് ഈ ആളുകളെ സംരക്ഷിക്കാൻ, ഈ വനമേഖലയിൽ നിന്ന് ജനവാസ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ നമ്മൾ കൃത്യമായ സംവിധാനങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടാക്കിയിരുന്നു. നമ്മുടെ സൗരോർജ്ജ വേലികൾ ഉണ്ടായിരുന്നു. നമുക്കതുപോലെ തന്നെ വലിയ കിടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെയൊക്കെ സ്ഥിതി എന്താ? സൗരോർജ്ജ വേലിയൊക്കെ തകർന്നിട്ട് കാലങ്ങൾ എത്രയായി? ഇന്ന് ആളുകൾ വളരെ ഭീതിയിൽ കഴിയുകയാണ്. ഭർത്താവൊന്ന് ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നതുവരെ ആധിയാണ്. മക്കൾ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വരുന്നതുവരെ ആധിയാണ്. പകൽ വന്യമൃഗങ്ങൾ പകൽ നിങ്ങൾക്കറിയാം ഇവിടെ വിലസുകയാണ്. എന്തിനേറെ നമ്മുടെ ജോസ് എന്ന് പറയുന്ന മലയോര കർഷകൻ, ആ കർഷകനെ വീട്ടിനടുത്ത് വെച്ച് ആന ചവിട്ടിക്കൊന്നു.
എന്നിട്ട് അതിനൊരു പ്രതിഫലം കിട്ടാൻ നമുക്ക് പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, തൊട്ടടുത്ത മാസങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്ത് പരിഹാരമുണ്ട് നമുക്ക്? ആരോടാണ് നിലമ്പൂർക്കാർ പരാതി പറയേണ്ടത്? പരാതി പറയാൻ പോലും ഒരു ഇടമില്ലാത്ത നിലമ്പൂർ നമുക്കൊരിക്കലും പരിചയമില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, വന്യമൃഗശല്യമൊക്കെ UDF ഭരിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ അതിന് പ്രതിവിധിയുണ്ടായിരുന്നു, പരിഹാരമുണ്ടായിരുന്നു. ഇന്നെന്ത് പ്രതിവിധിയുണ്ട്? എന്ത് പരിഹാരമുണ്ട്? നമുക്കിതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. ഈ റോഡ് നിങ്ങൾക്കറിയാം, UDFന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന റോഡാ. അതിനുശേഷം ഒരു ടാറിടാൻ ഒരു നയാ പൈസ നീക്കി വെച്ചിട്ടില്ല. ഈ നമ്മുടെ ഈ ഉപ്പട ചെമ്പൻകൊല്ലി പള്ളിപ്പടി റോഡ്, ആ പള്ളിപ്പടി റോഡ്, ഉപ്പട ചെമ്പൻകൊല്ലി പള്ളിപ്പടി റോഡ് ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ വലിയ ഫ്ലെക്സ് വെക്കും. അതിന് 6 കോടി 8 കോടി ഇതുവരെ ആ കോടി ഫ്ലെക്സിലല്ലാതെ ഒരു നയാ പൈസ UDF ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലാതെ ഇവിടെ ചെലവഴിച്ചിട്ടില്ല. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എവിടെ പോയാലും ഉള്ള അവസ്ഥ ഇതാണ്. അതുകൊണ്ട് നമുക്ക് UDF ഭരണകാലത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികൾക്ക് നമുക്ക് തുടർച്ചയുണ്ടാവണം. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എന്റെ പിതാവിനെ നിങ്ങൾ ചേർത്ത് നിർത്തി. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ മകനെ പോലെ, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കൂടെ നിൽക്കാൻ അരിയാടും ചൊങ്കത്തെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള വാഗ്ദാനം. നമുക്കൊരുമിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ അടയാളമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇനി നമുക്കൊരു ജോസുമാരെ നമുക്ക് രക്തസാക്ഷികളായിക്കൂടാ. നമുക്കറിയാം, മലയോര കർഷകർ 50കളിലും 60കളിലും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഈ മണ്ണിൽ കൃഷി ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചവരാണ്. പള്ളിയുള്ളോടത്തൊരു പള്ളിക്കൂടമുണ്ടാക്കി നമ്മൾ അക്ഷരം പഠിപ്പിച്ചവരാണ്. പക്ഷേ ഇന്നവർ അധ്വാനിച്ച വിയർപ്പൊഴുക്കിയ ഭൂമിയിൽ ഇന്നവർ രക്തസാക്ഷികളായി മാറുന്നൊരവസ്ഥാവിശേഷം നിലനിൽക്കുക. ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ്, ആദരണീയനായ മലയോര കർഷകരുടെ കൃത്യമായി അവിടെ വികാരമറിയുന്ന ഒരു മലയോര കർഷകൻ കൂടിയായ KPCCയുടെ ആദരണീയനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഏട്ടനും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥും വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാനതുകൊണ്ട് എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പ്രസിഡന്റ് സംസാരിച്ച് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് എനിക്ക് അടുത്ത സ്വീകരണ യോഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പ്രസിഡന്റിനോട് പ്രസിഡന്റ് ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, മലയോര കർഷകനാണ്. ഇവിടെ ജോസ് എന്ന് പറയുന്ന ഒരു മലയോര കർഷകൻ മാസങ്ങൾക്ക് മുമ്പ്, തൊട്ടടുത്ത മാസം മുൻപ് ആന ചവിട്ടിക്കൊന്നു. എന്നിട്ട് അതിന് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 10 ലക്ഷം കിട്ടാൻ ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. ജനങ്ങൾ ഇന്ന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുക. ഒന്ന്, കുട്ടികൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നതുവരെ ആദിയായി കഴിയുകയാണ്. ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നതുവരെ. അതുകൊണ്ട് ഞാൻ പ്രസിഡന്റിനെ സാക്ഷി നിർത്തി പറയുന്നു, നിങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ, നിങ്ങൾ എന്നെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചാൽ, ഞാൻ നിയമസഭയിലേക്ക് എത്താൻ നിങ്ങൾ അവസരം ഒരുക്കി തന്നാൽ, ഞാൻ നിയമസഭയിൽ സംസാരിക്കാൻ, എന്റെ ശബ്ദം മുഴക്കാൻ എനിക്ക് സ്പീക്കർ അനുമതി തന്നാൽ, ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്, എന്റെ ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇവിടെ ചവിട്ടുമതിക്കപ്പെടുന്ന ഈ ക്രൂരമായ, ഈ കാട്ടാനകളുടെ, കാട്ടുമൃഗങ്ങളുടെ ക്രൂരമായ വിനോദങ്ങൾക്ക് അതിന് സാക്ഷിയായി, അതിന് വധിക്കപ്പെടുന്ന ഈ മലയോര കർഷകർക്ക് വേണ്ടിയായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇവിടെ PC വിശ്വനാഥ് അടക്കമുള്ള ചാണ്ടിയുമ്മനടക്കം, കുറിക്കോട് മൊയ്തീനടക്കം, അതുപോലെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള MLA-മാരൊക്കെയുണ്ട്. അവരുടെ കൂടെ നിന്ന് നമ്മളുടെ പ്രശ്നം, നിലമ്പൂരിന്റെ പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന ധീരമായ രോദനത്തിന്റെ മുഴക്കം, നമ്മൾ അനുഭവിക്കുന്ന ധീരമായ വിലാപത്തിന്റെ മുഴക്കം നിയമസഭയിൽ അവതരിപ്പിക്കാൻ എനിക്കൊരവസരം നിങ്ങൾ തരണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തരുന്ന വാഗ്ദാനം, ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.